എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ഒരു മഹാനഗരമാണ്. അപ്പോൾ ആ മഹാനഗരത്തിലേക്ക് യോഗ്യതയുള്ളവരെ ഈശോ യോഗ്യതയുള്ള ഇടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് യോഗ്യതയുള്ള അവർ അർഹിക്കുന്ന ആ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. യോഹന്നാൻ 14:2. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഈശോ പറഞ്ഞ കാര്യമാണിത്. അതുപോലെ തന്നെ ഇതിനെ സാധൂകരിക്കുന്ന വേറൊരു വചനം പഴയ നിയമത്തിലുണ്ട്. 2 ദിനവൃത്താന്തം 6:18 എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാവുകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാവുകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. സ്വർഗമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ടെൻ്റല്ല, ഒരു ക്യാമ്പല്ല. സ്വർഗത്തിന് പല തട്ടുകളുണ്ട്. അത് ഈ വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. ഈ അമ്മ ത്രേസ്യയുടെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ വൈവിധ്യമാർന്ന ശ്രേണിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദിനവൃത്താന്തത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും. സ്വർഗം കഴിഞ്ഞ് അതിന് മുകളിൽ സ്വർഗം, വീണ്ടും സ്വർഗം, വീണ്ടും അതിന് മുകളിൽ സ്വർഗം, അങ്ങനെ ഉന്നതങ്ങളിലേക്ക് കയറി പോകുന്ന ഒരു സ്വർഗം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞിട്ടുണ്ട്, വേറൊരു വചനം പറഞ്ഞിട്ടുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത അത് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ അത് എന്താണെന്ന് നമുക്കാർക്കും ഊഹിക്കാൻ പോലും പറ്റുകയില്ല. മത്തായി 5:48 പറയുന്ന വചനമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്, സ്വർഗമെന്ന് പറയുന്നത് പല തട്ടുകളാണ്, അല്ലെങ്കിൽ പല നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും വിശുദ്ധിക്ക് അനുസരിച്ചുള്ള വാസസ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ വചനങ്ങളെല്ലാം പറഞ്ഞത് ഇനി മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വചനങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഈ സാധാരണ ഈ ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ ഹൃദയവിശാലതയോടുകൂടി അല്ലെങ്കിൽ ഈശോയോടുള്ള ഒരു യഥാർത്ഥ തുറവയുള്ള മനുഷ്യരോട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ അത് അവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. അതത്രയും ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഇല്ലാതെ വരുമ്പോഴാണ് എല്ലാം വചനം കേട്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ദുശാഠ്യം വരുന്നത്. എന്തു തന്നെയാണെങ്കിലും അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്വർഗത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലയെക്കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് കത്തോലിക്കാ സഭയെ ഇത്രമാത്രം ലോകം മുഴുവൻ കടന്നാക്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തോലിക്കാ സഭയിൽ മാത്രമേ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഈശോ ഉദ്ദേശിക്കുന്ന ആ പരിപൂർണതയുടെ ആ അളവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്കാ സഭയിലൂടെ മാത്രമേ ഈശോ ഉദ്ദേശിക്കുന്ന പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ
മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ. വേറെ എന്തൊക്കെ ചെയ്താലും ആ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ അത്ര എളുപ്പമല്ല, അങ്ങനെ സാധിക്കുകയില്ല. അതിന് ഈ കത്തോലിക്ക സഭയിലൂടെ അങ്ങനെ ഈ ഈശോ ഉദ്ദേശിക്കുന്ന പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന പ്രധാന ഘടകമാണ് കൂദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. അപ്പോൾ ഇത് ഓരോ മനുഷ്യൻ്റെയും ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും വളരെ അത്യാവശ്യമുള്ള ഒരു പ്രധാന ഘടകമാകയാൽ അതിനെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാനുള്ള പൈശാചികമായിട്ടുള്ള ശ്രമങ്ങളാണ് ആരംഭകാലം തൊട്ട് ഇന്ന് വരെ ഈ കൂദാശകൾക്കെതിരെ പ്രത്യേകിച്ച് ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ പരിപൂർണനാകണമെങ്കിൽ ദൈവവചനം മാത്രം പോരാ, കൂദാശകളും കൂടി അവനാവശ്യമാണ്. അതുപോലെ തന്നെ കൂദാശകൾ മാത്രം പോരാ, ദൈവവചനവും ആവശ്യമാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. ഈശോ എന്നെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഞാനിതെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിശുദ്ധ കുർബാന, കുമ്പസാരം തുടങ്ങിയ കൂദാശകളിൽ എനിക്ക് ലഭിച്ച വ്യക്തിപരമായ എൻ്റെ പല അനുഭവങ്ങളുണ്ട്. ഞാനിത് ഈ കൂദാശകളുടെ ശക്തി എന്താണെന്നൊക്കെ ഒന്ന് അറിയണമെന്ന് കരുതി ഞാനിത് വ്യക്തിപരമായിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ ഈ ലാബിൽ പരിശോധിക്കുന്നത് പോലെ തന്നെ ഞാനിത് പരിശോധിച്ച് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ആ സംഭവങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് ആ ദൈവികമായിട്ടുള്ള ഈശോയുടെ ആ വലിയ ശക്തി നേരിട്ട് നമ്മളിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പറയുന്നത് നമ്മൾ ഈ ആത്മപരിശോധന നടത്തണമെന്നൊക്കെ പറയുന്നത് അതിനാണ്. അപ്പം എങ്കിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ശേഷം ചാടി ഇറങ്ങി പോരരുത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എനിക്കൊരു സമാധാനം കിട്ടിയോ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു ആനന്ദം കിട്ടിയോ, അല്ല പുതിയ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയോ എന്നൊക്കെ ആ സമയത്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് ഈ കൂദാശകളുടെ ശക്തിയൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കൂദാശകൾ സ്വീകരിക്കുന്ന വ്യക്തി തീർച്ചയായും അതിന് അതിപ്രാധാന്യം കൊടുക്കുകയും അതിലെപ്പോഴും ആശ്രയിക്കുകയും വേണം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂദാശകൾ മാത്രം പോരാ, ദൈവവചനവും നിരന്തരം വായിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു കത്തോലിക്ക വിശ്വാസി ആ യഥാർത്ഥ ഈശോ ഉദ്ദേശിക്കുന്ന ആ ശക്തിയിലേക്കും ആത്മീയ വളർച്ചയിലേക്കും എത്തിച്ചേരുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഈ കത്തോലിക്ക വിശ്വാസത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വാസികൾ ഒക്കെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ കൂദാശകളുടെ ബലവും ശക്തി കൊണ്ടാണ്. അത് പറയാൻ കാരണം, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മളിൽ എത്ര പേർ ഈ ദൈവവചനം നിരന്തരം വായിക്കുന്ന എത്ര പേര് നമ്മുടെ വീട്ടിലുണ്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. എൻ്റെ വീട്ടിൽ എത്ര പേര് ദൈവവചനം എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വായിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചിന്തിച്ചാൽ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവും. വേറെ എങ്ങോട്ടും പോകണ്ട. അപ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ അധികം ആരും വായിക്കുന്നില്ല, ഒരുപക്ഷെ ഞാൻ പോലും അങ്ങനെ വായിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൂദാശകളുടെ ശക്തി മാത്രം പോരാ, ദൈവവചനത്തിൻ്റെ ശക്തിയും കൂടി ഒരു കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ്. എങ്കിലേ അവൻ നന്നായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത്, കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ നിലനിൽക്കുന്നത് സത്യത്തിൽ ഈ കൂദാശകളുടെ ബലം കൊണ്ട് മാത്രമാണ്. മറുവശത്ത് ഈ വ്യക്തിപരമായി വിശ്വാസികൾ ദൈവവചനത്തിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അപ്പോൾ അതിൻ്റേതായ ഒരു ശക്തിക്ഷയം, അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു ചിറക് ഒടിഞ്ഞതും ഒരു ചിറക് നല്ല ബലമുള്ളതും ആയ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒറ്റക്കാലം നടക്കുകയാണ്, ഒരു കാലം തളർന്നു, അങ്ങനെ നിൽക്കുന്നു. അങ്ങനെയാണ് വിശ്വാസികളുടെ ജീവിതം ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഈ കൂദാശകളും ദൈവവചനവും തുല്യ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെ ആർക്കും തൊടാൻ പറ്റുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആർക്കും നമ്മളെ തൊടാൻ പറ്റുകയില്ല. ആരെന്ത് ചോദ്യം ചോദിച്ചാലും കൃത്യമായ മറുപടി അപ്പോൾ തന്നെ വായിന്ന് വീഴും. അല്ലെങ്കിൽ നമ്മുടെ അടുക്കാൻ പോലും ഇവർക്ക് പറ്റുകയില്ല. അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, പ്രത്യേകിച്ച് കൂദാശകളെ ചോദ്യം ചെയ്യുന്ന മനുഷ്യർക്ക് നമ്മുടെ നേരെ നിൽക്കാൻ പറ്റുകയില്ല. എൻ്റെ അനുഭവമായി പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ്റെ ആത്മീയ അളവ് എന്താണെന്ന് നമുക്ക് അന്നേരം പിടികിട്ടും. അവൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. തന്നെയല്ല അവനും മനസ്സിലാവും ഇത് ഈ കളി വേറെ കളത്തിലാണ് കളിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് വിശ്വാസികൾക്ക് പറ്റിയിരിക്കുന്ന എന്താണ്? ഈ കൂദാശകൾ ഇങ്ങനെയൊക്കെയുള്ള കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ കേട്ട് കഴിയുമ്പോൾ വിശ്വാസികൾ ആദ്യം ചിന്തിക്കും, ശരിയല്ലേ, അവർ പറഞ്ഞ എല്ലാം ശരിയല്ലേ ഒറ്റ ബുദ്ധി. അതായത് ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ശക്തി ആത്മാവ് ഏതാണെന്നും ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന സഭയ്ക്കൊക്കെ എതിരെ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കെതിരെ അവർ ആദ്യം എടുത്തു പറയുന്ന കാര്യമാണ് ഈ പണത്തിൻ്റെയൊക്കെ ഉപയോഗം. അല്ലെങ്കിൽ ദശാംശം എടുക്കുന്നു, അത് അവർ അങ്ങനെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒരു വശത്ത് ശരിയാണ്. പക്ഷേ ഇവർ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത് നന്മയിലേക്ക് കൊണ്ടുവരിക എന്നല്ല, ഇത് തകർത്ത് കളയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കൂദാശകളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നല്ല, ഇതെങ്ങനെയും തകർത്ത് പൂട്ടിക്കെട്ടി മൊത്തം ചെതറിച്ച് നശിപ്പിച്ച് കളയാമെന്ന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഉള്ള വിശ്വാസികളുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വിശ്വാസത്തെയും ഈ ആത്മീയ ജീവിതത്തെയും തകർത്ത് കളഞ്ഞാൽ ഈ കത്തോലിക്ക സഭയിലെ ആ കൂദാശകളെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിശബ്ദമാക്കി കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലെത്തുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ആ വലിയ ആത്മീയ വളർച്ചയിലും ആത്മീയ മഹത്വത്തിലും എത്തിയിരിക്കുന്ന ആത്മാക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അവിടെ പിശാചിൻ്റെ ഒരു പദ്ധതി വിജയിക്കും. കാരണം ഏതായാലും അവനെ അറിയാം, എല്ലാവരെയും ഒന്നും പിടിച്ചാൽ അവൻ്റെ കൈ വരിക എന്നറിയാം. എന്നാൽ അവനെ പോകുന്നവനിട്ട് ഒരു തട്ടിയിട്ട് ഒരു ഇടിയെങ്കിലും കൊടുത്തിട്ട് വിടാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു കാലെങ്കിലും തല്ലി ഓടിച്ചിട്ട് വിട്ടാൽ മതി എന്നുള്ള ഒരു പോളിസിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്വർഗത്തിൽ മരണാനന്തരം അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ വൈകല്യമുള്ളതും പൂർണ്ണ വളർച്ചയെത്താത്തതും ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു വൈകല്യം, ഇങ്ങനെ എന്താ പറയുക, ഈശോ ഉദ്ദേശിക്കുന്ന ഒരു വളർച്ചയില്ലാത്ത ഒരു വലിയ സമൂഹമായിരിക്കും അവിടെ ചെന്ന് കയറുന്നത്. അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആരും പൂർണ്ണ ആരോഗ്യവാനായി ആത്മീയമായിട്ട് പൂർണ്ണ വളർച്ചയെടുത്തിയ ഒരുത്തനും ആരും സ്വർഗത്തിൽ പ്രവേശിക്കരുത് എന്ന് പിശാചിന് വളരെ നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയ്ക്കെതിരെയും സഭയിലെ വിശുദ്ധമായ കൂദാശകൾക്കെതിരെയും ഇത്രയധികം ആരോപണങ്ങളും കിംവദന്തികളൊക്കെ പരത്തുന്നു. എന്നാൽ അതേസമയം ദൈവവചനത്തിനെതിരെ അത്ര ശക്തമായിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുന്നില്ല. കാരണം അത് തീയാണ്, അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് അദൃശ്യമായ ഒരു ശക്തി ആയതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റാത്തതുകൊണ്ട് തിന്മയുടെ ശക്തിക്ക് ഇത് എളുപ്പം സാധിക്കും. ഇതിനെ തകർക്കാനുള്ള ശ്രമത്തിൽ അവൻ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട്.